ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, പ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം സംസാരിക്കുമ്പോൾ പറയാറുണ്ടോ, എനിക്കിപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, എനിക്ക് നല്ല ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ, ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പോയി ട്രീറ്റ്മെന്റ് എടുക്കാം. കാരണം നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ക്യാഷ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ഇൻഷുറൻസ് നമുക്ക് ചികിത്സ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും കൃത്യമായ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടതില്ല, ആരുടെയും ഓതറൈസേഷൻ എടുക്കേണ്ടി വരില്ല, പ്രീ ഓതറൈസേഷൻ എടുക്കേണ്ടി വരില്ല, ക്ലെയിം സെറ്റിൽമെന്റ് നടക്കണ്ട, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതേസമയം നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗുണമെന്ന് നോക്കാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതാണ് കമ്പനിയെ നമ്മൾ അറിയിച്ചുകൊണ്ട് അവരുടേതായ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ പോക്കറ്റിൽ നിന്നും കാശ് ചെലവാക്കാതെ കമ്പനിയുടെ ചെലവിൽ നമുക്ക് മികച്ച ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. അത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആകണം എന്നേ ഉള്ളൂ. പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാ ഹോസ്പിറ്റലും തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലായിട്ടുള്ളതാണ് ഇന്നത്തെ മിക്ക കമ്പനികളും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് നേരെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ കാശുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമ്പാദ്യം ഉണ്ടോ ഒന്നും നോക്കണ്ട. നമ്മുടെ ഇൻഷുറൻസ് പോളിസിയുമായി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് വ്യക്തമായ കൃത്യമായ നല്ല ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിക്കും. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പോക്കറ്റിലുള്ള ക്യാഷിന്റെ വലിപ്പം അനുസരിച്ച് ട്രീറ്റ്മെന്റ് പരിമിതപ്പെടുത്തേണ്ടി വരും. അപ്പൊ അതനുസരിച്ചുള്ള ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരും, അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിന് പോകേണ്ടി വരും. അപ്പൊ മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മികച്ച ട്രീറ്റ്മെന്റ് എടുക്കാനും നല്ല നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കാണാനും നമുക്ക് നമ്മുടെ ഹെൽത്തിനെ സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേസമയം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും പ്രീമിയം അടയ്ക്കേണ്ടതില്ല. അപ്പം അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൃത്യമായ കാലയളവിൽ നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന കവറേജിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ട്രീറ്റ്മെന്റ്, എത്ര നല്ല ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമുള്ള ഒരു പല ഗുണങ്ങൾ. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോക്കറ്റിലെ കാശ് ചിലവാകുന്നില്ല, നമ്മുടെ സമ്പാദ്യം ചിലവാകുന്നില്ല. അതേസമയം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ അതുവരെ ഹാർഡായിട്ട് ഏൺ ചെയ്ത നമ്മളുടെ മണിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഇതുവരെയും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല, എനിക്ക് സമ്പാദ്യമുണ്ട് എന്നൊക്കെ പറയുന്നവർ ഒന്നുകൂടെ ചിന്തിക്കുക. നിങ്ങൾ ഇതുവരെ ഹാർഡായിട്ട് ഏൺ ചെയ്ത നിങ്ങളുടെ എമൗണ്ട് നഷ്ടപ്പെടുത്തണമോ, ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മികച്ച ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മളുടെ പണത്തിനനുസരിച്ച് അത് പരിമിതപ്പെടുത്തണമോ, ഇതെല്ലാം ഒന്ന് ചിന്തിക്കുക. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏതൊരു റിസ്കിനും കവറേജ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് മികച്ച ഒരു സംരക്ഷണം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വിധത്തിലുള്ള അറിവുകൾ നേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.